ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ ചോദിച്ചില്ലേ മനസ്സിന്റെ ഏതൊക്കെ കോണിലാ നവീനുള്ളതെന്ന്? എന്റെ കയ്യില് എന്റെ മനസ്സില്ല, അത് നവീന്റെ കയ്യിലാ. ഐ ലവ് യു കഥ. ഇതിനകത്തൊരു മുളക് മാത്രം എടുത്ത് കഴിച്ചാൽ തന്നെ എന്തൊരു ടേസ്റ്റാ. നീ കഴിക്ക്. എന്താ നിർമ്മല നിങ്ങൾ ഈ കാണിക്കുന്നേ? വ്രതം ഇരിക്കുന്ന കുട്ടിയുടെ മുമ്പിൽ ഇരുന്നാണോ ഭക്ഷണം കഴിക്കുന്നേ? അയ്യടാ, അതിന് ഞങ്ങൾ എന്ത് ചെയ്തു? അത്ര മനക്കട്ടിയില്ലാത്തൊരൊന്നും വ്രതം എടുക്കണ്ട. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ അടുക്കളയിലോ മുറിയിലോ എവിടെ വെച്ച് വേണമെങ്കിലും ആവാലോ. ഇങ്ങോട്ട് വന്നെന്തിനാ? അമ്മായി, ഈ ഇരിക്കുന്ന സാധനത്തിന്റെ പേര് ഡൈനിങ് ടേബിൾ എന്ന് തന്നെയല്ലേ? ഇത് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമല്ലേ? ഈ ഉപവാസം ഇരിക്കുന്ന ആള് ഇവിടെ വന്നിരിക്കേണ്ട കാര്യം എന്താ? മനുഷ്യനെ നേരെ ചൊവ്വ ഭക്ഷണം കഴിക്കാനും സമ്മതിക്കൂല. നീ കഴിച്ചോടി മോളെ. ഇത് കണ്ടിട്ട് വ്രതം ഇളകുന്നവർക്ക് ഇളകട്ടെ. ഓ, അല്ലെങ്കിൽ തന്നെ ഈ വ്രതം എടുത്തിട്ട് വലിയ കാര്യ. ഓ, ഇനിയിപ്പോ ഈ ശിവരാത്രി സ്പെഷ്യൽ എന്തെങ്കിലും താണ്ടോ ഉണ്ടോ എന്ന് നോക്കിയാ മതി. എന്റെ നിർമ്മലേ, നിങ്ങളൊന്ന് വായടച്ചു വെക്കേ. കഴിക്കണമെങ്കിൽ കഴിച്ചോളൂ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ട. ഈ കാണിക്കുന്നതിനൊക്കെ ഞാൻ തിരിച്ചു തരുന്നൊരു ദിവസമുണ്ട്, അപ്പൊ കാണിച്ചു തരാം. അമ്മേ, ഞാൻ റൂമിലേക്ക് പോവാ. നിർമ്മലേ, പൂജാവിധികളുടെ ഗൗരവം എന്താണെന്ന് കുറെയൊക്കെ നിർമ്മലയ്ക്കും അറിയാം. ശാപം കിട്ടുന്ന കാര്യങ്ങളാ ഇതൊക്കെ. എന്റെ പൊന്നു സുമിത്രേ, ശാപം കിട്ടുമ്പോ കിട്ടിക്കോട്ടെ. സുമിത്രയായിട്ട് ഞങ്ങളെ ശപിക്കാതിരുന്നാ മതി. ഒന്ന് പോയേ അമ്മായി, ഞങ്ങൾക്ക് മനസമാധാനത്തോടെ ഇതൊന്ന് കഴിക്കണം. നീ കഴിക്കടി മോളെ. അതെ, ഓർഡർ ചെയ്ത ഫുഡ് വളരെ രഹസ്യമായിട്ട് വേണം കൊണ്ടുവരാൻ. ഗേറ്റിലെത്തിയിട്ട് എന്റെ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം. വേറെ ആരെങ്കിലും എന്തേലും ചോദിച്ചാ മിണ്ടി പോരുത്, മനസ്സിലായോ? ഇറങ്ങ. ഈ സ്ഥലം ഇഷ്ടമായോ? ഒരു പ്രത്യേകതകളും ഇല്ലാത്തൊരു സ്ഥലം, പക്ഷെ സൈലന്റാ. ബട്ട് ഫോർ മീ ഇത് ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലമാണ്. ബിക്കോസ് ഓഫ് യു. താനുള്ള ഏത് സ്ഥലവും എനിക്ക് മനോഹരമാണ്. അതെ, ഇന്നലെ വരെ ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതിനുള്ള പരിഹാരം ഈ വേഷത്തില് എൻ്റെ അടുത്ത് വന്ന് ഞെട്ടിച്ചു. പക്ഷേ ഇപ്പൊ കാണിക്കുന്ന ഈ സൈലൻസ് ഉണ്ടല്ലോ, അതെനിക്ക് ഓക്കെ അല്ല. എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ എന്ത് പറയാനാ? എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, നമുക്ക് രണ്ടുപേർക്കും കളരിക്കിലേക്ക് പോവാതെ പുറം ലോകത്ത് മാത്രം ഇങ്ങനെ ചുറ്റിയടിച്ച് നടന്നാൽ മതിയെന്ന. കാരണം എന്താ, പുറം ലോകത്തെത്തുമ്പോൾ എൻ്റെ ഗാഥ ശാന്തയാവും, മറിച്ച് കളരിക്കിലെത്തുമ്പോൾ ഭദ്രകാളിയാവും. തന്നെ കൊണ്ട് എന്തെങ്കിലും പറയിക്കാന്ന് കരുതിയിട്ടാണ് ഞാൻ എത്രയൊക്കെ പറഞ്ഞത്. പിന്നെ സൈലന്റ്. ഞാൻ എന്താ പറയേണ്ടത്? ഓക്കെ, എങ്കിൽ എന്നെ ഇഷ്ടമാണെന്ന് പറയും. എന്നെ ഇഷ്ടമാണെങ്കിൽ അത് എത്രത്തോളാണെന്ന് പറയും. തൻ്റെ മനസ്സിന്റെ ഏതൊക്കെ കോണിലുണ്ടെന്ന് പറയും. അതാവുമ്പോ കേട്ടു നിൽക്കാനും ഒരു സുഖമുണ്ട്. ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല, പറഞ്ഞേ പറ്റൂ. ഇഷ്ടാണോ എന്ന് ചോദിച്ചാ ഇതിനപ്പുറം ഒരു ഇഷ്ടം എനിക്കില്ല. ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാല് അതിന്റെ അളവൊന്നും എനിക്കറിയില്ല. ഈ ഭൂമിയെക്കാളും ഈ ആകാശത്തെക്കാളും ഒക്കെ വലുത്.
പിന്നെ ചോദിച്ചില്ലേ മനസ്സിന്റെ ഏതൊക്കെ കോണിലാ നവീനുള്ളതെന്ന്. എന്റെ കയ്യില് എന്റെ മനസ്സില്ല, അത് നവീന്റെ കയ്യിലാ. ഐ ലവ് യു ഗാഥ. പോവാം നമുക്ക്. ഇനി ഒരുപാട് ദൂരമുണ്ട് യാത്ര ചെയ്യാൻ. ഓക്കെ? വാ. നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. വേണ്ട നവീൻ, ഇന്ന് വ്രതമാണ്, ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഓക്കെ, എന്നാ ഓരോ കരിക്കാവല്ലോ, അതിന് പ്രശ്നമില്ലല്ലോ. ചേട്ടാ 2 കരിക്ക്. ദാ. കുടിക്കണം. ആദ്യമായിട്ട് ഞാൻ ഐസ്ക്രീം കഴിപ്പിച്ച ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ ശരിക്കും വില്ലനായിരുന്നല്ലേ. പക്ഷെ അന്നും ഒന്നും തമ്മിൽ ഒരു സാമ്യമുണ്ട് കേട്ടോ. എന്താ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് താൻ ഇതുപോലെ നല്ല സൈലന്റ് ആയിരുന്നു. എന്റെ മുന്നിലിരിക്കാൻ പേടിച്ച് ചോളി, ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. അത് നമ്മുടെ പ്രണയത്തിന്റെ ആദ്യ നാളുകളായിരുന്നു. എടോ, അവിടെ ഇവിടെ ഒന്നും ആരും വരില്ല. ഉള്ളവർക്ക് നമ്മളെ നോക്കാൻ നേരമില്ല. താൻ കരുക്കുടിച്ച്. Krishna